അപ്പൊ ഞങ്ങൾ പോയിട്ട് 1 മണിയാകുമ്പോ വരാം. വന്നാ മതി. അപ്പൊ ശരി. ഏതൊരു മണി? എല്ലാ ദിവസവും 1 മണിയുണ്ടല്ലോ. നീ വാ. സാറിന്റെ ബാഗൊക്കെ ആയിട്ട് രാവിലെ കോളേജിലേക്കാണോ? ഇപ്പം കൊള്ളയിലേക്കാണ്. അവിടെ നിന്ന് തിരുവനന്തപുരം വരുന്നു പോകും. ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ. എന്നാ തിരിച്ച്? ഒരു ദിവസത്തെ പരിപാടിയാണ്. നാളെ കഴിഞ്ഞെത്തും. നിങ്ങളുടെ ക്ലീനിങ് ഒക്കെ എവിടെ വരുത്തി? ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ഓ, അപ്പൊ ശരി, നടക്കട്ടെ. വന്നിട്ട് കാണാം. ശരി. എന്താ? ഒരു നല്ല പാട്ട് കേട്ടു. പാട്ടുകാരി ആരാന്ന് അറിയാൻ വേണ്ടി വന്നത്. എന്തിന്? കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ. എന്നാ ആ പാട്ടുകാരിക്ക് തന്നെ നേരിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാ ഞാൻ ചെല്ലട്ടെ, വീട് ക്ലീൻ ചെയ്യാനുണ്ട്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ലോക്കർ നമ്പർ 5. 5. ഒന്ന് നിർത്തോ. ഹലോ. നീ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിരുന്നു. മാനേജർ എന്നെ വിളിച്ചിരുന്നു. നിനക്കെന്തിനാ ഇത്രയും വലിയ എമൗണ്ട്? അത് രഘു വിളിച്ചിരുന്നു. അയാൾ നാട് വിട്ടു പോവാത്രേ. കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. അവനെന്തെങ്കിലും ഉണ്ടെ എന്നെ വിളിച്ചാ പോരെ. നിന്നെന്തിനാ ശല്യപ്പെടുന്നു? അത് പിന്നെ നിങ്ങളടുത്ത് ചോദിച്ചാ ആ കാര്യം നടക്കില്ലെന്നറിയാം. ഇതിപ്പം കുറേയായി. എന്താ അവന്റെ ഉദ്ദേശം? അത് ഓർത്ത് നിങ്ങൾ പ്രഷർ കൂട്ടണ്ട. അവന് തലയ്ക്ക് സ്ഥിരതയുള്ളതല്ലാന്നറിയാലോ. കൊടുത്ത് ഒഴിവാക്കുന്നതാ നല്ലത്. പിന്നൊരു കണക്കിന് നോക്കിയാ അഹല്യയ്ക്കും കൂടി വേണ്ടി തന്നെയല്ലേ. ഭർത്താവിന്റെ സ്നേഹം കാണിക്കാൻ കിട്ടിയ അവസരമാണെന്ന് കരുതിയാ മതി. മതി, നിർത്തിക്കോ. ഇതോടെ അവനോട് ആശ്രമം വീട്ടിലേക്കുള്ള വഴി മറന്നേക്കാൻ പറഞ്ഞേ. ചേട്ടാ പോവാ. ഗൗതമൻ സാറ് വിളിച്ചിട്ട് എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തെ? എനിക്ക് അയാളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. സാറിന്റെ വീട്ടിൽ നിന്ന് പോന്നേ പിന്നെയാ നിങ്ങക്ക് ഈ കഞ്ചാവടിയും പ്രാന്തും ഒക്കെ. അതുകൊണ്ട് ചോദിച്ചാ. നീ എനിക്ക് ഭ്രാന്താണെന്ന് ഉറപ്പിച്ചോ? അങ്ങനെ അല്ല അണ്ണ, നാട്ടുകാർ പലതും പറയുന്നുണ്ട്. അറിയാടാ സുമേഷേ, ഞാൻ ഈ നാട് വിട്ടു പോവുക. ഞാൻ ഈ നാട് മടുത്തു. നിങ്ങളോടി പോയാ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവും. ആരുമില്ലാത്ത എനിക്ക് നിങ്ങളൊരു ധൈര്യമായിരുന്നു. ഈ ഭ്രാന്തെന്ന് വിളിയും കിട്ടി എത്ര നാളെന്ന് വെച്ചാ. എവിടെ പോയാലും നീ ഇവള് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. എനിക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ കയറി വരാമല്ലോ. ഇത് എന്നെ കൊണ്ട് വീടല്ലേടാ. അണ്ണം വരണം. എൻ്റെ കുഞ്ഞിന് അണ്ണം വേണം, പേരിടാനും മൂലിടാനും. അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരൂടാ. എൻ്റെ കുഞ്ഞിന് പൊന്നരിഞ്ഞാണായിട്ട്. എന്നിട്ട് വലുതാമെന്ന് നീ പറയണം, ആദ്യം പേര് ചൊല്ലി വിളിച്ചത് ഈ ഭ്രാന്തം വല്യച്ഛനാണെന്ന്. ഇതൊടിച്ച 3 ഗുണം കാണും. എന്താ ചുമ്മാ സാമ്പാർ കൂത്തച്ചാറും എന്തെങ്കിലും ആവട്ടെ. വണ്ടിരുന്ന് മോള് പോലെ മോളാ ഒഴിയടാ. എത്രയുണ്ടോ മാരാ? 2 പേർക്കുള്ളതും കിട്ടിയിട്ടുണ്ടേ. ഇതുണ്ടായിട്ടാണ് എന്നെ ഈ രാത്രി തെങ്ങേ കയറ്റിയത്. എന്റെ കുമാരേട്ടാ, ഇനി സ്കോച്ച് അടിച്ചാൽ ശരി, കുമാരേട്ടന് 2 കുപ്പി കള്ളില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ആഘോഷം. നിന്റെ സമയം നല്ലതാടാ. ഇന്ന് ആരെ പറ്റിച്ച്? എല്ലാ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോഴായിരിക്കും ഇന്ന് ആരും പറ്റിക്കരുത്. പക്ഷെ ദിവസം ഒരുത്തനേലും പറ്റിച്ചില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര കുറ്റബോധം. അത് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പം. എനിക്കാണെങ്കിൽ ചങ്ക് പൊട്ടുന്ന വേദനയാണ്. ആ വേദന ഉണ്ടാവും. ഇവിടെ ചിട്ടി നടത്തി നാട്ടുകാരെ പറ്റിച്ചെന്ന് ആരാണെന്റെ മോനല്ലേ നിന്റെ അച്ഛൻ. നിന്റെ അച്ഛനെ പറഞ്ഞിട്ടില്ലടാ, പ്രതികരിക്കടാ. അങ്ങനെ പ്രതികരിക്കണെങ്കിലേ ഞാൻ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ അടുത്ത് നിന്ന് പ്രതികരിക്കേണ്ടി വരും.
അതെ, രണ്ടുപേരും കൂടി കുടിക്കണ കള്ളിന്റെ പറ്റു കുറയായി. എന്റെ കാശ് വരിയാക്കി തന്നില്ലെങ്കിലേ ദേ ഈ കത്തിയെടുത്ത് ഞാൻ മാങ്ങാ പൊള്ളണ പോലെ പോളും. എന്റെ സ്വഭാവം അറിയാലോ. പിന്നെ പൂളും പൂളും. ആ? ഇന്നലെ ആ ദിനേശൻ നിന്നെ കവലിട്ട് പട്ടി എടുക്കും പോലെ അടിച്ചിട്ട് നീ എന്താ ചോദിക്കാത്ത? ചോദിക്കും. 4 ആള് കൂടുന്നിടത്തെ എനിക്ക് അവനൊന്ന് കിട്ടട്ടെ. പിന്നെ കിട്ടിയ അയാളം കൊല്ലത്ത്. നീ എന്താ കളിയാക്കണ? ആ ദിനേശൻ അങ്ങനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ. എന്താ കുമാരേട്ടാ? അയ്യോ കുപ്പി. അത് കുഴപ്പമില്ല, ഒരു കുപ്പി കള്ളല്ലേ പൊട്ടിയുള്ളൂ. 9 കുപ്പി ഇന്ന് രാത്രി തന്നെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നരാം. അതെവിടുന്ന്? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മിണിയുടെ വീട്ടിലാ തെങ്ങേ കയറാൻ പോവാ ഞാൻ. ഈ കുമാരേട്ടൻ അമ്മണിയുടെ തെങ്ങിലല്ലേ ഇറങ്ങണം, അല്ല വീട്ടിലല്ലേ? നിന്റെ വീട്ടിൽ കയറാനൊന്നും വന്നില്ലല്ലോ. മിണ്ടായിരുന്നു കഴിക്കടാ. ചേട്ടനായിരുന്നു. ഞാൻ വല്ല കള്ളന്മാരാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. ഇതെന്താ ഈ സമയത്ത് ഇവിടെ? അറിയണോ നിർബന്ധമാണോ? അല്ല, നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഇവിടെ മുമ്പ് പണിക്കുന്നിരുന്നത് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പോവല്ലേ, എല്ലാ കണക്കും തീർത്തിട്ട് പോകാൻ വിചാരിച്ചു. രാത്രി ആയതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ല. പിന്നെ വീടിന്റെ പുറയിലേക്ക് പോകുന്ന കണ്ടപ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. നാട്ടില് മൊത്തം മോഷണമല്ലേ ചേട്ടാ? രാത്രി ഇറങ്ങുന്ന കള്ളന്മാരെക്കാൾ പകലിറങ്ങുന്ന മാന്യന്മാരെയാ സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതാണ് എൻ്റെ സ്ഥിരം വഴി. ഇതാ പുറത്തെ ഗേറ്റ് കിടന്ന എൻ്റെ വീടായി. ഇയാളെന്താ ഇവിടെ? ഞാൻ രഘുവേട്ടനെ കണ്ടപ്പോ വന്നതാ. പുള്ളിയെ രാവിലെ എന്നെ ഇവിടെ കൊണ്ടാക്കിയേ. അധികം ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കണ്ട, നല്ല പാമ്പുള്ളതാ. പാമ്പോ? ഉം. ഏയ് ചുമ്മാ പറഞ്ഞോ. ചേട്ടാ കോട്ടോ അപ്പൊ ഇത് നടത്തിക്കൊണ്ട് പോകണ്ടായോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ചേട്ടാ കുറച്ച് വെള്ളം.
ഇനി വേണോ? വേണ്ട ചേട്ടാ. ഒരു കൃഷ്ണനെ ഹരി അറിയോ? ഹരികൃഷ്ണൻസിനെയാണോ ഉദ്ദേശിച്ചത്? ആ അതെ. എന്താ കാര്യം? കാശ് വല്ലതും പറ്റിച്ചോ? വീട് വൃത്തിയാക്കണമെന്നില്ല അഡ്വാൻസ് വാങ്ങിയൊരു പോക്ക് പോയതാ. പിന്നെ ആ വഴിക്കങ്ങ് കണ്ടില്ല. അവന്മാർക്ക് പറയാനേ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. മോന്റെ കാശ് പോയെന്ന് തന്നെ കരുതിയാൽ മതി. എല്ലാ നാട്ടിലും നാടിനെ പറയിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊരു തീരുമാനമായി. തീർച്ചയായിട്ടും. എന്നാ ശരി ചേട്ടാ, ഓ ശരി, പോയേക്കോ. ഓക്കെ. എന്താ? ചുമ്മാ ഞാനിവിടെ പണിയൊക്കെ എവിടം വരെയായി നോക്കാൻ വന്നതാ. ആ. ഇത് താൻ വരച്ചയാണോ? ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, താൻ കാര്യം പറ. അതെന്താ, എനിക്ക് വരയ്ക്കാൻ പാടില്ലേ? എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, പക്ഷേ എന്റെ ചിത്രം വരയ്ക്കാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെ സൗന്ദര്യം കണ്ടാലും എനിക്കിത് ക്യാൻവാസിലേക്ക് പകർത്തണം എന്ന് തോന്നും. കൊള്ളാം, എന്നാ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചേച്ചി ജോലിക്ക് പോയോ? ആ, പോവേണ്ട സമയായി. റെഡിയായി നിൽക്ക. രാവിലെ തന്നെ നല്ല പണിയല്ലേ? ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് പണിയാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ ഇതും. ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ നാടും എടുത്തോ? ഏയ്, നാടെങ്ങനെ മടുക്കാനാ? എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളല്ലേ. പിന്നെന്താ പ്രശ്നം? ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ടൈപ്പാ. എന്തോ ഒരു വലിയ പണി വരാനുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഇതിലും വലിയ പണി പിന്നെന്താ വരാനുള്ളേ? മനസ്സിലായില്ല. അല്ല, ഈ വീട് വൃത്തിയാക്കുന്ന പണിയെ ഇതിപ്പോഴെങ്ങാനും കഴിയോ? എവിടുന്ന്? ഇതൊരു അണ്ടകടാകം പോലെ ഇങ്ങനെ കിടക്കല്ലേ. തൽക്കാലം 1-2 മുറി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ശരി, ഞാനും കൂടാം. ഇയാള് തന്നെ വിചാരിച്ചാ ഇതൊന്നും കൂട്ടിയാ കൂടില്ല. ഓ, വളരെ സന്തോഷം. ചൂല എവിടെ? ചൂല് ദാ അവിടെ കിടക്കും. എവിടെ? ആ, അത് ശരി. ഇതാണല്ലേ നേരത്തെ പറഞ്ഞ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. സോറി ഫ്രണ്ട്സ്. കൈ എന്താ ഐസ് പോലെ ഇരിക്കുന്നത്? പെൺകുട്ടികളുടെ ശരീരത്തിൽ സാധാരണ ചെറിയ ചൂടല്ലേ? അത് ഞാൻ അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിനെ നല്ല തണുപ്പാ. അല്ല, ഇയാള് കൊള്ളാലോ. പെണ്ണുങ്ങളുടെ ശരീരത്തെ പറ്റി നല്ല ധാരണയല്ലേ? ഏറെക്കുറെ. ഉം. സ്ലിപ്പായി പോയി. നന്നായി. മോനെ സാധനങ്ങളൊക്കെ എടുത്തേ പെട്ടിയിലിടാൻ നോക്ക്. ഓ ശരി. ഇതൊക്കെ മുമ്പ് താമസിച്ചിരുന്നവന്റെ ആന്നല്ലേ പറഞ്ഞ്? ഫുൾ ആക്രി സാധനങ്ങളാണല്ലോ.
കല്ലും ബുക്സും കുന്തവും കുടച്ചക്രവും സകല ഐറ്റംസും ഉണ്ട്. ഹലോ, ഇത് ഏത് ലോകത്താ? അതിങ്ങ് തായി പെട്ടിയടക്കട്ടെ, അതിങ്ങ് തരാൻ. വേണ്ട, ഇതിവിടെ ഇരുന്ന് ശരിയാവില്ല. അല്ല, ഇത്രയും നാൾ ഇത് ഇവിടെ തന്നെയല്ലേ ഇരുന്നിരുന്നത്? പിന്നെ ഇത് വെറൊരു കല്ലല്ലേ, ബോംബൊന്നും അല്ലല്ലോ. ഇത് വേറൊരു കല്ലല്ല ശാന്തനു, ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച ഒന്നാ. ഇത് എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാ. എന്ത് പ്രശ്നം? എന്താ ഈ കല്ലിന്റെ പ്രത്യേകത? ഇതൊരു മാജിക് സ്റ്റോൺ ആണ്. മാജിക് സ്റ്റോൺ? എന്ത് മാജിക് സ്റ്റോൺ? ഇതിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും തള്ളരുത്. കുറെ കേട്ടിട്ടുണ്ട്, നാഗമാണിക്യം, വെള്ളിമൂങ്ങ, നീലക്കൊടുവേലി, ദേ ഇപ്പൊ മാജിക് സ്റ്റോണും. ഇനി വേറെ വല്ലതുണ്ടോ ഇതുപോലെ എന്തെങ്കിലും? തന്നെയെന്നല്ല, ഒരാളെ എനിക്കിത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ചെയ്തു നോക്കിയാ താനെ മനസ്സിലാവും, ഈ ലോകത്ത് മനുഷ്യന്റെ ചിന്തകൾക്കും യുക്തിക്കും അപ്പുറം മറ്റു പലതും ഉണ്ടെന്ന്. എന്താ, ട്രൈ ചെയ്ത് നോക്കുന്നോ? പിന്നെ ഇങ്ങനൊരു കല്ലുണ്ടെ പിന്നെ എല്ലാം എന്താ എളുപ്പാ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാലോ. ചെയ്യാം, അതല്ലേ ഞാൻ പറഞ്ഞേ ഇത് ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച കല്ലാന്ന്. ചില മനുഷ്യർ അങ്ങനെയാണ് ശാന്തനു, നമ്മുടെ അനുഭവത്തിൽ വരാത്ത ഒന്നും നമ്മൾ വിശ്വസിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ദയവായിട്ടൊരവസരം തരും, മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ് തൻ്റെ സൃഷ്ടിയെന്ന് കാണിക്കാൻ. അപ്പോൾ ആ അവസരം നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. അവസരം ഉപയോഗിച്ചാൽ നമ്മൾ നടക്കില്ലെന്ന് വിചാരിക്കുന്ന പല ആഗ്രഹങ്ങളും നടന്നെന്ന് വരും.